ജമ്മുവിൽ ബസ് സ്റ്റാൻഡിൽ ഗ്രനേഡ് സ്ഫോടനം നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഗ്രനേഡ് ആക്രമണത്തിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്നാൽ ഗുരുതരമായ പരിക്കുകളല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ എന്നത് സംബന്ധിച്ച വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നതേയുള്ളൂ. കശ്മീരിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പശ്ചാത്തലത്തിനിടയിലാണ് ഇത്തരമൊരു ആക്രമണം എന്നതാണ് ഇതിന്റെ ഭീതി വർദ്ധിപ്പിക്കുന്നത്. രാജ്യത്ത് ആകമാനം സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുള്ളത്. പ്രദേശവാസികളുടെ സഹായത്തോടെ നടന്ന ഒന്നാണോ എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇപ്പോൾ ലഭ്യമാകുന്നില്ല. നേരത്തെ കശ്മീരിലെ തന്നെ മറ്റു മേഖലകളിലടക്കം തീവ്രവാദികളുടെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഭീകരർ സൈന്യത്തിന് നേരെ നിറയൊഴിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. ഒരു ഭീകരനെ സൈന്യം വധിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ കശ്മീർ അതിർത്തി പ്രദേശങ്ങളിലോട് അടക്കം സന്ദർശനം നടത്തുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സൈനികർ നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇത് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ കശ്മീരിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത്. രേണുക, അഭിലാഷ്, ഇത് ഭീകരാക്രമണമാണ് എന്ന തരത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? രേണുക, അത്തരത്തിൽ ഒരു വിവരവും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നില്ല. പ്രത്യേകിച്ച് കശ്മീരിൽ വാർത്താ സംരക്ഷണത്തിന് അടക്കം ഇന്റർനെറ്റ് സേവനങ്ങൾക്കടക്കം വലിയ തോതിലുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ തന്നെ കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനകം മാത്രമാണ് ലഭിക്കുകയുമുള്ളൂ. എന്തായാലും നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഈ സമയത്ത് ബസ് സ്റ്റാൻഡിൽ എന്ന് തന്നെയാണ് അറിയുന്നത്. ഈ ഗ്രനേഡ് ആക്രമണം ആയതുകൊണ്ട് തന്നെ അതിന്റെ തീവ്രത എത്രത്തോളം വലുതാണ് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ഈ ആക്രമണത്തിൽ ജനങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഈ പരിക്കുകൾ എത്രത്തോളം ഗുരുതരമാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങളും ലഭ്യമായിക്കൊണ്ട് ഇരിക്കുന്നതേയുള്ളൂ. വലിയ തോതിൽ, അതായത് പുൽവാമ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് എല്ലായിടത്തും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരെ കശ്മീരിലും ജമ്മുവിലും അടക്കം വിവിധ പ്രദേശങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള സ്ഫോടനമാണ് എങ്കിൽ പോലും അത് വീണ്ടും സുരക്ഷാ വീഴ്ചയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴും ഇത്തരത്തിൽ, അതായത് ജനങ്ങൾ അധികമായി എത്തുന്ന പ്രദേശങ്ങളിൽ അടക്കം സ്ഫോടനങ്ങൾ നടത്തുവാൻ സാധിക്കുന്നു എന്നുള്ളത് അത് പ്രാദേശിക സഹായത്തോടു കൂടിയാണ് എന്നത് സംബന്ധിച്ചും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത്തരത്തിലാണ് എങ്കിൽ പോലും, ഏത് തരത്തിലാണ് എങ്കിൽ പോലും ജനക്കൂട്ടം ഉള്ള പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുന്നു എന്നുള്ളത് ഭയാനകമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. രേണുക, അഭിലാഷ്, ഇത് ബസ് സ്റ്റാൻഡിലാണ് ഈ ഗ്രനേഡ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് അതും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാക്കണമെന്ന് ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു സ്ഫോടനമായിട്ടാണോ കണക്കാക്കുന്നത്? രേണുക, ഈ സ്ഫോടനത്തിന് പിന്നിൽ ജമ്മുവിലെ ബസ് സ്റ്റാൻഡിൽ ആണ് സ്ഫോടനമുണ്ടായത്. രേണുക സൂചിപ്പിച്ചതുപോലെ നിരവധിയായ ആളുകൾ എത്തുന്ന പ്രദേശം, സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ വാഹന സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ സ്ഫോടനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സൈനികരെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് വിലയിരുത്താനും സാധിക്കുന്നില്ല. എന്തായാലും പ്രദേശവാസികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന സ്ഥിരീകരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിക്കേറ്റവർ സാധാരണക്കാരായ ആളുകൾ തന്നെ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സൈനിക വൃത്തങ്ങളിൽ നിന്നോ ഔദ്യോഗിക തലത്തിലോ ഇപ്പോഴും ഒരു തരത്തിലുമുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. എന്തായാലും വലിയൊരു സ്ഫോടനമല്ല നടന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പ്രദേശവാസികൾക്ക്, ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു എങ്കിൽ പോലും അതൊരു വലിയ സ്ഫോടനമായിരുന്നില്ല എന്ന് സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിശദമായ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ അടക്കം വലിയ തോതിൽ സൈനികരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അടക്കം ജമ്മുകാശ്മീർ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ അടക്കം വിന്യസിക്കുകയും സുരക്ഷ ശക്തമാക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സ്ഫോടനം നടക്കുന്നത്. ഗ്രനേഡ് ആക്രമണമാണ് എങ്കിൽ പോലും അതിന്റെ തീവ്രത എത്ര കുറവാണ് എങ്കിൽ പോലും ജനക്കൂട്ടം ഉള്ള പ്രദേശങ്ങളിൽ പോലും ഈ സൈനികർ ഈ വലിയ തോതിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമ്പോഴാണ് ഇത്തരം സ്ഫോടനങ്ങൾ നടക്കുന്നത് എന്നത് തന്നെയാണ്
ശ്രദ്ധേയമായ കാര്യം. ഇത് ആര് ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങളും ലഭ്യമാകുന്നതേയുള്ളൂ. സാധാരണക്കാരെ തന്നെയാണ് ലക്ഷ്യം വെച്ചത് എങ്കിൽ എന്നതിൽ തർക്കമില്ല. കാരണം ജനങ്ങൾ അധികമായി എത്തുന്ന പ്രദേശത്ത്, ഒരു ബസ് സ്റ്റാൻഡ് പോലുള്ള ഒരു പ്രദേശത്ത് സ്ഫോടനം നടത്തുമ്പോൾ അത് ജനങ്ങളെ, സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്, സൈനികരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമല്ല. ഈ ആക്രമണം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്, ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശികമായ വിഷയമാണോ എന്നത് സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഔദ്യോഗികമായ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇപ്പോഴും ലഭ്യമാകാതിരിക്കുന്നത്. രേണുക, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മുവിൽ ബസ് സ്റ്റാൻഡിൽ ഗ്രനേഡ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. ആരാണ് സ്ഫോടനത്തിന് പിന്നിൽ എന്നത് വ്യക്തമല്ല.